മാസപ്പടി കേസിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും വീണ പാർട്ട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുമാണ് പരിശോധന. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഇഡിയുടെ റെയ്ഡ്. റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. റിയാസിന്റെ PA മിഥുന്റെ വീട്ടിലും പരിശോധന നടക്കുന്നു. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകുക. ജിജീഷ്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇഡി കൂടുതൽ പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനയാണല്ലോ ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശോധനയിൽ എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തു? സുപ്രധാനമായ രേഖകളും മറ്റും ഇഡിക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിശദീകരണം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഗൗതം, നിലവിൽ ഏതെങ്കിലും രേഖകൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വ്യാപകമായി തന്നെ പ്രധാനമായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് 4 കേന്ദ്രങ്ങളിലാണ്, കോഴിക്കോട് ജില്ലയിലെ 4 കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന ഇപ്പോഴും നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ നന്ദുലാലിന്റെ സ്ഥാപനങ്ങളിലും വീട്ടിലും അടക്കമാണ് പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. വീണയുടെ ഭർത്താവും മുഹമ്മദ് റിയാസ് MLA ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് ഈ നന്ദുലാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ നിഖിലിന്റെ ഫ്ളാറ്റിലും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പുലർച്ചെ തന്നെ എത്തിയിരുന്നു. ഈ പരിശോധനകളുടെ ഭാഗമായി തന്നെ, കാരണം വീണയിൽ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് പണം എത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിൽ നിന്ന് പണം മറ്റ് സുഹൃത്തുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകളിലൂടെ ലഭിച്ച പണം വീണ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത്. നേരത്തെ 2 തവണ അന്വേഷണ സംഘം വീണയെ ചോദ്യം ചെയ്തിരുന്നു. മെയ് 27 നടന്ന റെയ്ഡിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡുകൾ നടന്നിരിക്കുന്നത്. പ്രധാനമായും മലബാർ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുന്നത്. കാരണം നേരത്തെ CMRലുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് സംസ്ഥാന വ്യാപകമായി തന്നെ അന്വേഷണ സംഘം നടത്തിയിരുന്നത് എങ്കിൽ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയ്ഡുകളും പരിശോധനകളും നടക്കുന്നത്. അതുതന്നെ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ, വീണയിൽ നിന്ന് പണം പോയ വഴികളെല്ലാം തന്നെ അന്വേഷണ സംഘം ആ വഴികളിലൂടെ എല്ലാം തന്നെയാണ് പോകുന്നത്. ഈ രേഖകൾ ഈ റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമായിരിക്കും ഈ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങളും. ശരി, ഓക്കെ. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.